ഇന്ന് തേഴ്സ്ഡേ ഈവനിങ് സന്ധ്യ കഴിഞ്ഞ് ഞാൻ വിളക്ക് കൊളുത്താനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ നോർമലി എല്ലാ ദിവസവും വൈകുന്നേരമാണ് കേട്ടോ വിളക്ക് കൊളുത്തുന്നത് സന്ധ്യ കഴിയുമ്പോൾ. കാരണം ഞാൻ രാവിലെ വിളക്ക് കൊളുത്താൻ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ സമയം കിട്ടാറില്ല. കാരണം മോന് 6:30 ഒക്കെ ആകുമ്പോഴത്തേന് ബസ് വരും. അപ്പം ഞാനൊരു 5:30 ആകുമ്പോൾ എഴുന്നേക്കത്തുള്ളൂ. എഴുന്നേറ്റ് പിന്നെ കിച്ചണിൽ പോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടിഫിൻ്റെ പരിപാടിയിലേക്കൊക്കെ അങ്ങ് പോകും കേട്ടോ. അപ്പോൾ മോന് രാവിലെ കുളിക്കുന്നുണ്ട്, അവൻ രാവിലെ തന്നെ അങ്ങ് വിളക്ക് കൊളുത്തിട്ട് പോവേ. പിന്നെ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി കുറച്ച് നേരം ഒരു 10 മിനിറ്റെങ്കിലും ഞാൻ വിഷ്ണു പാരായണമൊക്കെ കേട്ട് കുറച്ച് നേരം പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കും കേട്ടോ. അതൊരു സുഖവും മനസ്സമാധാനമൊക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് വരുവേ. ഇന്നാണെങ്കിൽ പ്രത്യേകിച്ച് കിച്ചണിലെ പരിപാടികളൊന്നുമില്ല ഡിന്നറിൻ്റെ. അതായത് ചപ്പാത്തി ഉണ്ടാക്കണം കേട്ടോ. കറികളൊക്കെ രാവിലത്തെ തന്നെ ഇരിപ്പുണ്ട്. രാവിലത്തെ മുട്ടക്കറി വെച്ചതുണ്ട്, അതും കുറച്ചിരിപ്പുണ്ട്. പിന്നെ പിള്ളേർക്ക് ഉച്ചയ്ക്ക് ഇന്ന് രാജ്മ ചാവലായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ രാജ്മ ചാവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നി ബീൻസില്ലേ, കറുത്ത കളറിൻ്റെ ആ ബീൻസ്, അതും പിന്നെ വൈറ്റ് റൈസും അതായിരുന്നു ഇന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ച്. അപ്പോൾ അതിൻ്റെ കുറേ കറി ഇരിപ്പുണ്ട്, പിന്നെ മുട്ടക്കറി. അപ്പോൾ അതൊക്കെ കൂട്ടി നമുക്ക് ചപ്പാത്തി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചപ്പാത്തിക്ക് ഞാൻ കുഴച്ച് വെച്ചിട്ടാണ് കേട്ടോ കുളിക്കാൻ പോയത്. അപ്പോൾ ഇനി ചപ്പാത്തി ചുട്ടാൽ മതി, കറി ഉണ്ടല്ലോ. അപ്പം ഞാനും മോനും ഇപ്പം തന്നെ കഴിക്കും കേട്ടോ. ഇപ്പോൾ ഒരു സമയം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. മോനിപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ കഴിക്കും. മോളാണെങ്കിൽ കളിക്കാൻ പോയേക്കും. അവളൊരു 6:30 ഒക്കെ ആകുമ്പോഴത്തേനും താഴോട്ട് കളിക്കാൻ പോകും, ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ താഴെ. അപ്പോൾ ഫ്ലാറ്റിലുള്ള ഒരുമാതിരിപ്പെട്ട കുട്ടികളൊക്കെ വൈകുന്നേരം ഒരു 6:30 ഒക്കെ ആകുമ്പോഴത്തേനും കേട്ടോ കളിക്കാൻ വരുന്നത്. അപ്പോൾ അവരുടെ കൂടെ എല്ലാം കളിച്ച് ഞാനൊരു വാച്ച് കെട്ടി കൊടുക്കും. 8 മണിയാകുമ്പോഴത്തേനും കൃത്യം വരണം എന്ന് പറയും. ചില ദിവസങ്ങളിലൊക്കെ വരും, ചില ദിവസം പറയും ഞാൻ വാച്ചിൽ സമയം നോക്കാൻ മറന്നുപോയി അമ്മേന്ന്. അങ്ങനെ വരാറില്ല കേട്ടോ. പിന്നെ വിളിച്ച് കൂവിയാലേ വരത്തുള്ളൂ. അപ്പോൾ അവൾ വന്നിട്ടാണ് അവൾക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. പിന്നെ ചേട്ടനാണെങ്കിൽ 8 മണിയൊക്കെ കഴിയും വരുമ്പോഴത്തേനും. അന്നേരം ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ട് ഞാൻ അവർക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കറി ചപ്പാത്തിയൊക്കെ എടുത്ത് കഴിക്കാനായിട്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ പിന്നെ മോൾക്ക് വന്നു കഴിഞ്ഞിട്ട് ഇനി ചപ്പാത്തി ചുടണം. അവളെ കുളിപ്പിച്ചിട്ട് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ ഞാൻ കുറച്ച് ഹോംവർക്കൊക്കെ ചെയ്യാനിരുത്തും കേട്ടോ. അപ്പോൾ രാവിലെ ഇവരൊക്കെ ഉച്ചയ്ക്ക് സ്കൂൾ, നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ, ഇവിടെ ഉച്ച വരെയൊക്കെയുള്ളൂ സ്കൂള് രാവിലെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ട് ലഞ്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരുപാട് സമയം കിട്ടും പഠിക്കാനും എല്ലാ കാര്യത്തിനൊക്കെ. അപ്പോൾ ആ സമയത്ത് ഹോംവർക്കും കാര്യങ്ങളും പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആണ് കേട്ടോ ഈ വൈകുന്നേരം കളിക്കാൻ പോകുന്നത്. പിന്നെ വന്നിട്ട് പ്രത്യേകിച്ച് അങ്ങനെ പഠിക്കാനും അതൊന്നും കാണത്തില്ല. ബുക്സൊക്കെ എടുത്ത് വെച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെ കിടക്കുവാണ് കേട്ടോ പതിവ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ഈവനിങ്, ഒരു ചെറിയൊരു കുട്ടി വ്ളോഗ് അങ്ങനെ എടുത്തതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താണ് ഇന്ന് അത്താഴത്തിന് കഴിച്ചത്, എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങളൊക്കെ? അപ്പോൾ ശരി, അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.